കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ ആദ്യത്തെ പേജ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പേജ് നോക്കുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഇന്ത്യ ബ്ലോക്ക് ടു ഹോൾഡ് റാലി അഗൈൻസ്റ്റ് കേജ്രിവാൾസ് അറസ്റ്റ്, കങ്കണ അരുൺ ഗോവിലൻ BJP ഫിഫ്ത്ത് ലിസ്റ്റ് ഫോർ ലോക്സഭ പോൾ. അതൊന്നും പറയാനില്ല. ആഫ്റ്റർ അപ്രോർ കോൺഗ്രസ് ഡ്രോപ്പ് സുനിൽ ശർമ്മ ഫ്രം ജയ്പൂർ സിറ്റി. ഇതില് ആകെ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. പിന്നെ JNUവില് ABVP SFI അല്ല, SFI ഉൾപ്പെടുന്ന ഒരു കമ്പൈൻഡ് ഫോഴ്സും ABVP നമ്മുടെ മത്സരത്തില് ലെഫ്റ്റ് ഫോഴ്സസ് വിൻ ചെയ്തു. അതൊക്കെയാണ് ആകെ ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഒറ്റ കാര്യം പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒറ്റ കാര്യം ഉള്ളെങ്കിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ന്യൂസ് എല്ലാവരും വായിക്കുക. കാര്യം പത്രത്തിൽ ഇപ്പോൾ വായിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. It's official. Stasio Shivshakti approved as name of Chandrayaan 3 landing site എന്നാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. ദ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ IAU അവരാണ് ഇത്തരത്തിലുള്ള പേരുകൾ കൊടുക്കുന്നത്. വർക്കിംഗ് ഗ്രൂപ്പ് ഫോർ പ്ലാനറ്ററി സിസ്റ്റം നോമൻക്ലേച്ചർ. പ്ലാനറ്ററി സിസ്റ്റം നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പാണ് IAU ഇന്റർനാഷണൽ അസ്ട്രോണമി യൂണിയൻ. അവര് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പണ്ടേ പറഞ്ഞിരുന്നതാണ്. ഓഗസ്റ്റ് 26, 2023 തന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ് ദാറ്റ് ദ പോയിന്റ് വെയർ ദ മൂൺ ലാൻഡർ ഓഫ് ദ ചന്ദ്രയാൻ 3 ടച്ച് ഡൗൺ വുഡ് ബി കോൾഡ് ശിവശക്തി. ശിവശക്തി എന്ന് വിളിക്കപ്പെടും എന്ന് ഓഗസ്റ്റ് 26, 2023, അതായത് 5-6 മാസം മുമ്പേ മോഡി പറഞ്ഞു. അതിനെ ശിവശക്തി എന്ന് വിളിക്കുള്ളൂ. നമ്മളുടെ ലാൻഡറായ വിക്രം ലാൻഡ് ചെയ്ത ആ പ്ലേസിന് ശിവശക്തി എന്ന് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ മോഡി പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് ലോകം അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ IAU അപ്രൂവ് ചെയ്യണം. IAU എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലാനറ്ററി സിസ്റ്റം നോമൻക്ലേച്ചറിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവരത് അപ്രൂവ് ചെയ്തു. സ്റ്റേഷ്യോ ശിവശക്തി എന്നാണ് പേര്. അറിഞ്ഞിരിക്കുക. അപ്പം നമ്മളുടെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ സ്ഥലം ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഇങ്ങനെ പേര് കൊടുത്തു, സ്റ്റേഷ്യോ ശിവശക്തി എന്ന്. അത് മാത്രമാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ പഞ്ചാബിൽ വലിയൊരു ഇല്ലീഗൽ ലിക്കർ ട്രാജഡി ഉണ്ടായി. ഹൂച്ച് ട്രാജഡി എന്നാണ് പറയുന്നത്. അത് ഇല്ലിസിറ്റ് ലിക്കറിനെയാണ് അങ്ങനെ പറയുന്നത്. ഈ കൺട്രി മെയ്ഡ് ആയിട്ടുള്ള ഇല്ലിസിറ്റ് ലിക്കറിനെയാണ് ഹൂച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഹൂച്ച് ട്രാജഡിയിൽ കുറെ പേര് മരിച്ചു. ഭഗവത് മാൻ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ അതിന്റെ പേരിൽ ക്രിറ്റിസിസം നേരിടുന്നു. ഇലക്ഷൻ സമയമാണ്, അത് അവർക്ക് വലിയ തിരിച്ചടിയാവും. അല്ലെങ്കിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ലീഡർഷിപ്പ് ഒക്കെ ഇപ്പൊ മൊത്തം ജയിലിലാണ്. എക്സൈസ് പോളിസി ഇഷ്യൂവിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ. അനുരാഗ് താക്കൂർ അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അനുരാഗ് താക്കൂർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. യൂണിയൻ മിനിസ്റ്ററാണ്. സ്പോർട്സിന്റെയും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഒക്കെ മിനിസ്റ്ററാണ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് പോലും നമുക്ക് പറയാനുള്ളതല്ല. ഫുള്ളി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് ഇലക്ഷന്റെ ഒക്കെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇതാണ്. അടുത്തത് CAA കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞേക്കുന്ന ന്യൂസ് ഒക്കെയാണ്. CAA എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന്റെ കാര്യവും ഒക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. മേക്കഡാട്ട് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേക്കഡാട്ട് എന്താണ്? നമ്മളുടെ കാവേരി നദിയിൽ കർണാടകത്തിന്റെ സൈഡിൽ കർണാടക ഉണ്ടാക്കുന്ന റിസർവോയർ ആണ് മേക്കഡാട്ട് എന്ന് പറയുന്നത്. ഇതിന് തമിഴ്നാട് ഭയങ്കരമായിട്ട് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കാവേരി വാട്ടർ ഷെയറിംഗിന്റെ പേരിൽ വലിയ ഡിസ്പ്യൂട്ട് കർണാടകവും തമിഴ്നാടും തമ്മിൽ ഉണ്ടായിരുന്നതാണ് ഒരു കാലഘട്ടം. നമുക്കറിയാം, കുറച്ച് ഒരു 1.5 ഡെക്കേഡ്സ് ബാക്ക് വരെ അതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാവേരി റിവർ വാട്ടർ ട്രിബ്യൂണലൊക്കെ ഉണ്ടാക്കി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം കർണാടകത്തിലൊക്കെ ഭയങ്കര വരൾച്ചയാണ്, ഡ്രോട്ട് സിറ്റുവേഷൻ ആണ്. തമിഴ്നാട്ടിലൊക്കെ അതുപോലെ തന്നെയാണ്, കേരളത്തിലും അത് തന്നെയാണ്. അപ്പൊ ഈ വെള്ളത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ഈ ട്രിബ്യൂണൽ പറഞ്ഞതുപോലെ വെള്ളം കൊടുക്കാനൊന്നും കർണാടകത്തിന്റെ ഇല്ല, കാവേരി അങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ എന്തായാലും കാവേരി നദിയിൽ കർണാടക റീജിയന് ആവശ്യമുള്ള അവരുടെ കൃഷിക്കൊക്കെ ആവശ്യമുള്ള വെള്ളമൊക്കെ സംഭരിക്കുന്നതിനുടെ ഒരു മേക്കഡാട്ട് എന്ന് പറയുന്ന റിസർവോയർ പ്രോജക്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് മാറിയിരിക്കുകയാണ് രണ്ട് സ്റ്റേറ്റിന്റെയും ഇടയിൽ. അതും അവിടെ കാണാം. പിന്നെ അതിനടുത്ത പേജ് ഇപ്പൊ നമ്മളുടെ ഹിന്ദു പത്രം അല്ലെങ്കിൽ ഏത് പത്രം, ഹിന്ദുവിന് മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാ പത്രം എടുത്തു നോക്കിയാലും കൂടുതൽ ന്യൂസും ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിന്റെ ഇടയിൽ കുറച്ച് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് കണ്ടാലായി എന്ന് പറഞ്ഞ് നമുക്ക് പത്രം വായിക്കാതിരിക്കാൻ പറ്റൂലെന്നും ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്? നമുക്ക് പത്രം വായിച്ചാലേ നമുക്ക് ഇതില് ഇംഗ്ലീഷ് സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനബിൾ കണ്ടക്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അതിന് ഏറ്റവും ബെസ്റ്റ് എഡിറ്റോറിയൽ വായിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ക്വസ്റ്റ്യനബിൾ കണ്ടക്ട്. ഇപ്പൊ ഒരു പത്രം നിങ്ങൾ എടുത്താൽ ആ പത്രത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കേണ്ടത് എഡിറ്റോറിയലാണ്. കാര്യം അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ക്വസ്റ്റ്യനബിൾ കണ്ടക്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ സബ്ജക്ട് തന്നെയാണ്.
ഞാൻ മുമ്പൊരിക്കൽ തമിഴ്നാട്ടില് ഉള്ള ഒരു ലോക്കൽ ഇഷ്യൂ ആണ് അത്. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ കോടതികളുടെ ലെവലിലേക്ക് അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ സംസാരിച്ചത് പൊന്മുടി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഒരു മിനിസ്റ്റർ ഇടയ്ക്ക് വെച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തായിരുന്നു. കാര്യം മദ്രാസ് ഹൈക്കോർട്ട് അയാള് ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള അസറ്റ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ. പക്ഷെ അയാൾ സുപ്രീം കോടതി പോയപ്പോൾ ആ വിധി സ്റ്റേ ചെയ്തു. പക്ഷെ വിധി സ്റ്റേ ചെയ്തേ ഉള്ളൂ, അല്ലാതെ വിധി സെറ്റ് അസൈഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ ഗവർണർ RN രവി പുള്ളിയെ തിരിച്ച് മിനിസ്ട്രിയിലേക്ക് റീഇൻഡക്ട് ചെയ്യാൻ വിസമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അവര് സുപ്രീം കോടതി പോയപ്പോ സ്റ്റാലിൻ ഗവൺമെന്റ്, അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഗവർണറിന് ഇത്തരത്തിൽ കാണിക്കാനുള്ള അധികാരമില്ല, ഗവർണറിന് സുപ്രീം കോടതിയുടെ വിധിക്കെതിരായി പ്രവർത്തിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഗവർണറിന് അവര് ശകാരിച്ചു. അപ്പോ ഞാൻ കരുതിയിരുന്നത് സ്റ്റേ എന്ന് പറഞ്ഞാല് അത് ആ ഒരു വിധി ഇല്ലാതാവുന്നില്ലല്ലോ. സ്റ്റേ എന്ന് പറയുമ്പോൾ അയാൾ കുറ്റക്കാരൻ ഇല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റീഇൻഡക്ട് ചെയ്യുന്നതിലൊക്കെ പ്രോബ്ലം ഉണ്ട്. ഗവർണർ പറഞ്ഞത് ശരിയാണെന്നാണ്. പക്ഷെ കോടതി പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല. കോടതി പറഞ്ഞേക്കുന്നത് വൺസ് സ്റ്റേ ചെയ്താൽ അയാളുടെ ഒരു വിധി സ്റ്റേ ചെയ്താൽ അയാളുടെ സഭാംഗത്വം, സഭയോ ലോക്സഭയോ എന്തോ ആയിക്കോട്ടെ, ആ സഭാംഗത്വം ഉൾപ്പെടെ തിരികെ കിട്ടുകയാണ്. പിന്നെ എന്താണ് പ്രോബ്ലം? തിരിച്ച് റീഇൻഡക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഗവർണർ RN രവി തമിഴ്നാട്ടിലെ DMK ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പല പല പ്രോബ്ലംസും ഉണ്ടാക്കുന്നുവെന്നും ഗവർണർമാർ പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലെ ചട്ടുകങ്ങളാകുന്നുവെന്നും അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് അനുസരിച്ചാണ് അവർ ഭരിക്കുന്നതെന്നും സ്റ്റേറ്റുകളിൽ ഭരണ നിർവഹണത്തിന് പലപ്പോഴും ഈ സ്റ്റേറ്റുകൾ പിന്നീട് ഈ കോടതികളെ അപ്രോച്ച് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള എഡിറ്റോറിയലാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. നിങ്ങൾക്ക് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. സോ അത് വായിക്കുക. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അൺബ്രേക്കബിൾ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ അൺബ്രേക്കബിൾ എന്ന് പറയുന്ന എഡിറ്റോറിയല് ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഫോറിൻ വിസിറ്റ് ഒന്നും അങ്ങനെ നടത്താറില്ല. പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഭൂട്ടാൻ വിസിറ്റ് ചെയ്യും എന്ന് കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്നായിരുന്നു. ലോട്ടെ ഷെറിംഗ്, ഭൂട്ടാന്റെ ലോട്ടെ ഷെറിംഗ് തൊട്ട് മുമ്പുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഷെറിംഗ് തോബ്ഗെ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ഇന്ത്യയിൽ വന്ന് കുറെ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കിങ് വന്നു. അപ്പൊ അവര് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് അവര് വാങ്ങിച്ചെടുക്കുകയാണ്. ഗലഫു മൈൻഡ്ഫുൾനെസ് സിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു എയർപോർട്ടൊക്കെ വരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, ഗലഫുവിന്റെ കാര്യമൊക്കെ. അപ്പൊ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്ത്യക്ക് ഏറ്റവും ട്രൂ ആയിട്ടുള്ള നെയ്ബറിംഗ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, നെയ്ബർഹുഡിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. ഒരു കല്ലുകടിയും ആ ഒരു റിലേഷൻഷിപ്പിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന് തൊട്ട് പിറകെ മോഡി അങ്ങോട്ട് പോയി അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തത് 10,000, യഥാർത്ഥത്തില് 2019 തൊട്ട് 2024 വരെയുള്ള പീരീഡിൽ 5 ഇയർ പീരീഡിൽ ഭൂട്ടാന് നമ്മൾ 5,000 കോടി രൂപ നമ്മളുടെ ഫോറിൻ അസിസ്റ്റൻസിൽ വകയിരുത്തി അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. 2019 തൊട്ട് 24 അപ് ടു ദിസ് ഇയർ. Now again for the next 5 years we have to give them again foreign assistance. നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണത്. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ മോഡി അത് ഡബിൾ ആയിട്ട് ഉയർത്തി. 5,000 crore അസിസ്റ്റൻസ് 5 years കൊണ്ട് കൊടുത്തിരുന്നത് ഇനി നെക്സ്റ്റ് 5 yearsലേക്ക് 10,000 crore കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അപ്പൊ അത് അവിടെ വെച്ച് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. അതുപോലെ ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അദ്ദേഹത്തിന് അവിടുത്തെ രാജാവ് സമ്മാനിച്ചു. The highlight of the visit, the Bhutan's king conferring Bhutan's highest civilian award on Mr. Modi. അത് കോവിഡ് സമയത്ത് നമുക്കറിയാം ഒരു ടൈനി നേഷൻ ആണ് ഭൂട്ടാൻ, അങ്ങനെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത രാജ്യമാണ്. അവർക്ക് നമ്മള് കോവിഡ് വാക്സിൻ ഒക്കെ കൊടുത്ത് സഹായിച്ചവരെ കോവിഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിനെ രക്ഷപ്പെടുത്തുന്ന പോലെ ആ ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്തി. അതില് പ്രത്യുപകാരമായിട്ടാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്ത. ഈ ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കിട്ടുന്ന ആദ്യത്തെ ഫോറിൻ ഡിഗ്നിറ്ററിയാണ് മോഡി എന്നും കൂടെ ഉണ്ട്. ആ ഹയസ്റ്റ് സിവിലിയൻ അവാർഡിന് ഒരു പേരുണ്ട്. അത് ഞാൻ വേറെ ഏതോ പേജിലുണ്ട്, ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇതിന്റെ അത് കാണുന്നില്ല, നോക്കിയപ്പോ ഇത് കൂടെ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ എന്തായാലും അത് കിട്ടുന്ന ആദ്യത്തെ ഫോറിൻ ഡിഗ്നിറ്ററിയാണ് അദ്ദേഹം. പിന്നെ അങ്ങനെ കുറെ സിംബോളിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഭൂട്ടാൻ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂല്. ഭൂട്ടാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് മാത്രമാണ് ചൈനയ്ക്ക് കടന്നു കയറാൻ പറ്റാത്ത. ബാക്കി ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന പാകിസ്ഥാനിലും ശ്രീലങ്കയിലും നേപ്പാളിലും എല്ലായിടത്തും അവരുടെ പ്രസൻസ് ആയി, മാൽദീവ്സ് ഇപ്പം. അപ്പൊ അതിൽ ഭൂട്ടാൻ മാത്രം ഇല്ല. പക്ഷെ ഭൂട്ടാനും ചൈനയും തമ്മിൽ ഒരു വലിയ അതിർത്തി തർക്കമുണ്ട്, ഡോക്ലം എന്ന് പറയും. ഡോക്ലം, ഈ ഡോക്ലം അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂട്ടാനും ചൈനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താൻ തീരുമാനിച്ചു വെച്ചേക്കാണ്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ
ഭൂട്ടാൻ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. സിലിഗുരി കോറിഡോർ, അവിടെ ചൈനയുടെ പ്രസൻസ് ഉണ്ടായാൽ നമുക്ക് അത് സ്ട്രാറ്റജിക്കലി പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മോഡി അങ്ങോട്ടേക്ക് തിരിച്ചൊരു വിസിറ്റ് നടത്തിയെന്നാണ് പറയുന്നത്. ഷെറിംഗ് തോബ്ഗെ ഇങ്ങോട്ട് വന്നാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എപ്പോഴും ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് വിസിറ്റ് ഇന്ത്യയിലേക്ക് നടത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. പിന്നെ വേൾഡ് ടി ബി ഡേ March 24 അറിഞ്ഞിരിക്കുക. വേൾഡ് ടി ബി ഡേ March 24. ഇന്ത്യയിൽ ടി ബിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത പേജിൽ എവിടെയോ ഉണ്ട്. ഭാരത് ബയോടെക് ഒക്കെ ചേർന്നാണ്. ഇന്ത്യയിൽ ടി ബി ഇറാഡിക്കേറ്റ്, ഇന്ത്യയിൽ ടി ബി എന്നുള്ള സംഭവമേ ഇല്ലാതാക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്ന വർഷമാണ് 2025. ടി ബി ഇറാഡിക്കേഷൻ ഇയർ. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇപ്പോഴൊന്നും നടക്കും. ഇപ്പൊ 25 നടക്കൂല. March 24 ആണ് വേൾഡ് ടി ബി ഡേ. അത് അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ കാണാം. ഓക്കെ, ടി ബി ഡേ ആയിട്ട് ബന്ധപ്പെട്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെയും ട്യൂബർക്കുലോസിസ് ടി ബി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ടി ബി ഡേയെ കുറിച്ചാണ്. അതിനടുത്ത പേജ് ഓൺ ദ റീസർജൻസ് ഓഫ് മംസ് ഇൻ കേരള എന്ന് വേണ്ട. ഓക്കെ, ഇനി അടുത്ത പേജ് ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ന്യൂസ് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഒരു പ്രസ്താവനയാണ്. അത് വലിയ പ്രാധാന്യത്തോടു കൂടി മിക്കവാറും എല്ലാ പത്രങ്ങളും, മലയാളം പത്രങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ടു മുൾ റിവൈവൽ ഓഫ് ട്രേഡ് ടൈസ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം വാഗാ ബോർഡർ, അട്ടാരി ബോർഡർ വഴി ഇന്ത്യയുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു മുമ്പ് പാകിസ്ഥാന്. പക്ഷെ ആ ട്രേഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇപ്പോഴും പക്ഷെ ഇന്ത്യയുടെ പ്രോഡക്ട്സ് പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് ത്രൂ ദുബായ് ഒക്കെ കറങ്ങിത്തിരുന്ന്. പക്ഷെ അല്ലാതെ ഡയറക്ട് ട്രേഡ് ഇല്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ത്യയിൽ പുൽവാമയിൽ ടെററിസ്റ്റ് അറ്റാക്ക് പാകിസ്ഥാൻ നടത്തിയപ്പോൾ അന്ന് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തതാണ് പാകിസ്ഥാനായിട്ടുള്ള ട്രേഡ്. പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ത്യ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വിത്ഡ്രോ ചെയ്തപ്പോഴാണ്. അപ്പൊ അങ്ങനെ അത് പക്ഷേ ഇപ്പൊ പാകിസ്ഥാനിലെ ട്രേഡേഴ്സിന് ഭയങ്കര പ്രോബ്ലമായി. പാകിസ്ഥാൻകാർ ബിസിനസ്മാൻമാർ ഭയങ്കരമായിട്ട് അവിടുത്തെ ഗവൺമെന്റിൽ പ്രഷർ ചെലുത്താൻ തുടങ്ങി. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞു അവർ ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ അവിടുത്തെ പാകിസ്ഥാന്റെ ന്യൂ ഫോറിൻ മിനിസ്റ്റർ പേരൊന്നും പഠിക്കണ്ട, മുഹമ്മദ് ഇഷാഖ് ദർന്നാണ്. അയാൾ പറഞ്ഞേക്കുന്നു ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മളായിട്ടുള്ള ട്രേഡ് റിവ്യൂ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ അതിനുള്ള സാധ്യതയില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം തൊട്ടപ്പുറത്ത് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ട്രേഡൊക്കെ അവിടെ നിൽക്കട്ടെ, പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്ത്യ, നമുക്ക് ടെററിസത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഒരു പരിഹാരം ഉണ്ടായി. ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള എവറി കൈൻഡ് ഓഫ് ടെററിസം എമനേറ്റിംഗ് ഫ്രം ദ സോയിൽ ഓഫ് പാകിസ്ഥാൻ ഷുഡ് ബി സ്റ്റോപ്പ് ഫസ്റ്റ്, ദെൻ ഓൺലി ഇന്ത്യ വിൽ കൺസിഡർ ഓൾ അതർ തിങ്സ് വിത്ത് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യൻ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ ഒന്നും ഉണ്ടാവുമായിരിക്കും ഫ്യൂച്ചറിൽ. പാകിസ്ഥാന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തിരുന്നു, MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ആ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ വിത്ഡ്രോ ചെയ്തു. MFN എന്നൊരു സ്റ്റാറ്റസ് പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരുന്നതാണ്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അത് ട്രേഡിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. ആ ഒരു പദവി ഉണ്ടെങ്കിൽ ട്രേഡൊക്കെ നടത്തുന്ന സമയത്ത് താരിഫ്സ് ഒക്കെ കുറഞ്ഞിരിക്കും, ടാക്സ് ഒക്കെ അതിനുവേണ്ടി കൊടുക്കുന്നതാണ്. അതെല്ലാം ഇന്ത്യ വിത്ഡ്രോ ചെയ്തായിരുന്നു. പിന്നെ താഴോട്ട് വരുമ്പോ എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോ അസാമിലും യൂണിഫോം സിവിൽ കോഡ് വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. മുസ്ലിംസ് ഇൻ അസാം മസ്റ്റ് ഗീവ് എ പോളിഗാമി ചൈൽഡ് മാരേജ് എന്ന് ഹിമാന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. പോളിഗാമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിലധികം ഭാര്യമാർ, ബഹുഭാര്യത്വം എന്നാണ് പോളിഗാമി എന്ന് പറയുന്നത്. ചൈൽഡ് മാരേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അസാമില് എനിക്ക് തോന്നുന്നു ഉത്തരാഖണ്ഡിന്റെ മോഡലിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതി വെക്കരുത്, അതിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, താഴോട്ട് വരുമ്പോ രാജ്നാഥ് സിംഗ് സെലിബ്രേറ്റ് ഹോളി വിത്ത് സോൾജിയേഴ്സ് ഇൻ ലേ എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണാം. അതല്ല എനിക്ക് പറയാനുള്ളത്. അത് അവര് ഇപ്പൊ പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ഇങ്ങനെ പലയിടത്തും ഹോളിയൊക്കെ ആഘോഷിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ബാറ്റിൽ ഫീൽഡ്, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാർ പോയിന്റ്, അവിടെ വെച്ചാണ് അദ്ദേഹം ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ ഇരുന്നത്. പക്ഷേ ഇൻക്ലമെന്റ് വെതർ മൂലം അദ്ദേഹം അത് മാറ്റിയിട്ടാണ് ലേയിലേക്ക് വരുന്നത്. അപ്പൊ വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് എന്നുള്ളത് ഒരു GK ക്വസ്റ്റ്യൻ ആണ്. വേൾഡിലെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് അത് സിയാച്ചിൻ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും സിയാച്ചിൻ, അതും കാശ്മീരിലാണ്. കാശ്മീരിലെ സിയാച്ചിൻ ആണ് വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഉയരത്തിലുള്ള വാർ പോയിന്റ്, ബാറ്റിൽ ഫീൽഡ്. സ്റ്റേറ്റ്ഹുഡ് ഫോർ ലഡാക്ക്, KDA begins 3-day hunger strike in Kargil. അത് എപ്പോഴും ഞാൻ നിങ്ങളുടെ പറയുന്നതാണ്. ലഡാക്കിന് ഇപ്പൊ ലഡാക്ക് ഈസ് എ യൂണിയൻ ടെറിട്ടറി. പ്രീവിയസ്ലി ലഡാക്ക് വാസ് പാർട്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ബട്ട് ഇൻ 2018 ജമ്മു ആൻഡ് കാശ്മീർ വാസ് bifurcated into 2 union territories, Ladakh and Jammu and Kashmir. Now Ladakh people want statehood. Plus
പ്രൊട്ടക്ഷൻ അണ്ടർ 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ പ്രൊട്ടക്ഷൻ അവർക്ക് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ അവിടെ സമരങ്ങൾ നയിക്കുന്നു. അത് ഒരു പക്ഷേ BJPക്ക് ലോക്സഭ ഇലക്ഷനിൽ തിരിച്ചടി ആയേക്കാം. അവിടെ ഒരു സീറ്റ് ഉണ്ട്, ലോക്സഭാ സീറ്റ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഈ പേജിൽ ഒരു ന്യൂസും നമുക്ക് ആവശ്യമില്ല, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസാണ്. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസുകൾ മാത്രം ഫുള്ളായിട്ട് വായിക്കുക. ഡിസ്കസ് ചെയ്യുന്ന ന്യൂസുകളുടെ ന്യൂസ് മാത്രം നോക്കിപ്പോ അത് ആ ന്യൂസ് ഫുള്ളായിട്ട് വായിക്കണം. ഓക്കെ, കാര്യം അത്രയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കാവുള്ളൂ. അപ്പൊ അതെങ്കിലും വായിക്കൂ. പിന്നെ ആന്റി പൈറസി ആക്ട് ഹാസ് ബീൻ എ ഗ്രേറ്റ് എനേബിളർ സേസ് നേവി ചീഫ്. ഇദ്ദേഹം മലയാളിയാണ്. നേവി ചീഫിന്റെ ഫോട്ടോയാണ് അഡ്മിറൽ ആർ ഹരികുമാർ. നേവിയുടെ ചീഫിന് അഡ്മിറൽ എന്നാ പറഞ്ഞ അഡ്മിറൽ ആർ ഹരികുമാർ. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ദ മാരിടൈം ആന്റി പൈറസി ആക്ട് എനാക്ടഡ് ഇൻ 2022. ഇന്ത്യൻ പാർലമെന്റ് 2022 എനാക്ട് ചെയ്ത ദ മാരിടൈം ആന്റി പൈറസി ആക്ട്, അത് ഈ പൈറസിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ആന്റി പൈറസി ഓപ്പറേഷൻസിൽ ഇന്ത്യൻ നേവിയെയും കോസ്റ്റ് ഗാർഡിനെയും ഒത്തിരി സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ സൊമാലിയൻ പൈറേറ്റ്സ് ME റൂയൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് അവന്മാരെല്ലാവരും നമ്മൾ പിടിച്ച് ഇന്ത്യയിൽ മുംബൈയിൽ കൊണ്ടുവന്ന ഫോട്ടോ നിങ്ങൾ ഇന്നലെ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ മലയാളം പത്രങ്ങളിൽ കണ്ടു. 35ഓളം പേര് നമ്മൾ കീഴടക്കി. INS കൊൽക്കട്ട ഉപയോഗിച്ച് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും മോചിപ്പിച്ചു, ആ കപ്പലിനെ മോചിപ്പിച്ചു. അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുക മാത്രമല്ല, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവന്മാര് ബോട്ടിലും കണ്ട അവന്മാരെ പിന്തുടർന്ന് നമ്മൾ പിടിച്ച് കൊണ്ടുവന്നു. ഇതിനൊക്കെ കഴിയുന്നത് ഇപ്പൊ നമ്മൾ ഒത്തിരി ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ കഴിയുന്നത് മാരിടൈം ആന്റി പൈറസി ആക്ട് ഉള്ളത് കൊണ്ടാണ്. ആ കാര്യം എന്ന് വെച്ചാൽ ദിസ് ആക്ട് ഹാസ് എംപവേർഡ് us to visit, board, search and seize എന്നാണ്. മുമ്പ് അങ്ങനെ പറ്റൂലായിരുന്നു. Any suspicious vessel, craft or fishing boat or though that we suspect we board, inspect and if we find a piracy triggers like skiffs, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഒരു സസ്പീഷൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അത് കയറി പരിശോധിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഈ ഒരു ആക്ട് പോലെ. അത് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഭോജ്ശാല സർവേയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഭോജ്ശാല കമൽ മൗല മോസ്ക്. ഭോജ്ശാല കമൽ മൗല മോസ്ക് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലീജിയസ് പ്ലേസ് ആണ്. ധർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില്, DHAR ധർ ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അത് ടെമ്പിൾ ആണെന്ന് ഹിന്ദുക്കളും മോസ്ക് ആണെന്ന് മുസ്ലിംസും പറഞ്ഞു. ഇത് രണ്ടുപേരും അവിടെ ആരാധന നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ASA ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനനം നടക്കുന്നു അവിടെ, എക്സ്കവേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭാരത് ബയോടെക് കമൻസസ് ക്ലിനിക്കൽ ട്രയൽ ഓഫ് സ്പാനിഷ് ട്യൂബർകുലോസിസ് വാക്സിൻ ഇൻ ഇന്ത്യ. TB വാക്സിൻ, ഒരു TB വാക്സിൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിനിക്കൽ ട്രയൽസ് ഓഫ് ദ സ്പാനിഷ് ട്യൂബർകുലോസിസ് വാക്സിൻ MTBVAC എന്നതിന്റെ പേര്. ഈ അത് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്ത ഭാരത് ബയോടെക് അല്ല, അവരൊരു വാക്സിൻ മേക്കറാണ്. സ്പാനിഷ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോഫാബ്രി എന്ന് പറയുന്ന കമ്പനിയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ബയോഫാബ്രി. അപ്പൊ അതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് കംപ്ലീറ്റ് ആയിട്ടില്ല. 2025-26 ആകുമ്പോൾ അത് മാർക്കറ്റിൽ ഇറങ്ങുമെന്നാ പറയുന്നത്. അപ്പൊ നല്ലതാണത് TB പേഷ്യൻസിനൊക്കെ. ഭാരത് ബയോടെക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ മിക്കുള്ളവർക്ക് അറിയായിരിക്കും. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരാണ് നമുക്ക് കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ കോവിഡിന് അഗൈൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നത്. കോവിഷീൽഡ് നമുക്കറിയാം, അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി തന്നായിരുന്നു. അതായിരിക്കും നമ്മളൊക്കെ എടുത്തത്. പക്ഷെ ഇന്ത്യൻ വാക്സിൻ ആയിരുന്നു കോവാക്സിൻ. പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോളൂ. NOTTO എക്സ്പാൻഷൻ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, NOTTO. അവരാണ് അപ്പെക്സ് ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് ഫോർ ആൻ എഫിഷ്യന്റ് ആൻഡ് ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് ഓർഗൻ പ്രൊക്യൂർമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കൺട്രി. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഉണ്ടല്ലോ, ഓർഗൻ അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഓർഗൻ കളക്ഷൻ, അതുപോലെ ലീഗലൈസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ, ഇതിന്റെയൊക്കെ ഇന്ത്യയുടെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് NOTTO എന്ന് പറയുന്നത്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് നിങ്ങൾ പഠിക്കാറുണ്ട് ഇവിടെ മെയിൻ ആയിട്ട്. സൈമൺ ഹാരിസ് സെറ്റ് ടു ബി അയർലൻഡ് PM ആഫ്റ്റർ അപ്പോയിന്റഡ് പാർട്ടി ലീഡർ. 37 വയസ്സേ ഉള്ളൂ, 37 years old. ലിയോ വരാത്കർ ആയിരുന്നു അയർലൻഡിൽ ഇത്രയും കാലമുള്ള പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം മാറി. അതിന് പകരം സൈമൺ ഹാരിസ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, സൈമൺ ഹാരിസ് പുതിയ അയർലൻഡ് പ്രൈം മിനിസ്റ്റർ. 37 വയസ്സേ ഉള്ളൂ, 37 years old.
സൊമാലിയയുടെ ക്യാപിറ്റലാണ് മൊഗാദിഷു. അറിയാത്തവരത് പഠിച്ചോളണം. സൊമാലിയയുടെ ക്യാപിറ്റൽ മൊഗാദിഷു ആണ്, സൊമാലിയൻ ക്യാപിറ്റൽ. പിന്നെ ഇവിടെ പറയാൻ US Israel intelligence chiefs leave Qatar after talks on Gaza truce and hostage release. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ചീഫ് എന്ന് പറയുമ്പോൾ എന്തിന്റെ ആരായിരിക്കും? ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ചീഫ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ് ഉള്ളത്, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൊസാദ്. മൊസാദിന്റെ ചീഫിനാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ചീഫ് എന്ന് പറയുന്നത്. മൊസാദ് കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇനി അമേരിക്കയുടെ ഇന്റലിജൻസ് ചീഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആയിരിക്കും CIA ചീഫ് ആയിരിക്കും. ഇവർ രണ്ടുപേരും ഖത്തറിലുണ്ടായിരുന്നു. ഗാസയിൽ വാർ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. അതാണ്. പിന്നെ ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കുറെ കാലം കൂടി മാക്സ് വെർസ്റ്റപ്പൻ ഒന്ന് തോക്കുന്നത് കണ്ടു. നല്ലതാണ്. എന്നാലേ ആ F1 റേസിൽ ഒരു വല്ലപ്പോഴൊക്കെ മാക്സ് വെർസ്റ്റപ്പൻ തോറ്റാലേ ഒരു അത് വരുള്ളൂ, അല്ലെങ്കിൽ അത് ഒരു പ്രഡിക്റ്റബിൾ ആയി പോകും. ഫെറാറിയുടെ കാർലോസ് സെയിൻസ് വിൻ ചെയ്തു. കാർലോസ് സെയിൻസ്, SAINZ, കാർലോസ് സെയിൻസ് ഫെറാറിയുടെ ആണ്. പിന്നെ നെക്സ്റ്റ് പേജ് മണി വൈസ്, അത് വേണ്ട. അതിനടുത്ത പേജ് സ്പോർട്സ് പേജിൽ ഫുള്ള് T20 ക്രിക്കറ്റ് IPL. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജ് ഇന്നലത്തെ ന്യൂസ് പേപ്പറില് ഇന്ത്യൻ പ്രസിഡന്റ് കുറെ ബില്ലുകൾ ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോഴാണ് കേരള ഗവൺമെന്റ് പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ സുപ്രീം കോടതിയിൽ ആൾക്കാർ പോകുന്നത് ഇതുവരെയ്ക്കും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനന്ന് ഒരു ദിവസം നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത്, അന്ന് അവർ പറഞ്ഞത് എങ്ങനെയായിരുന്നു, ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വന്ന് പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല, പ്രസിഡന്റിന് ആ ബില്ല് റെഫർ ചെയ്തത് ഗവർണർ ഇല്ലീഗൽ ആയിട്ടാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം പത്രത്തിലൊക്കെ വരുന്ന പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, കോർട്ട് വിൽ ഡിസൈഡ് ഓൺ ദ മെറിറ്റ് ഓഫ് ദിസ് കേസ്. ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പിന്നെ ഇത് പറയേണ്ട ന്യൂസ് അല്ല, എന്നാലും ഒരു വലിയൊരു ഒരു ട്രാജഡി ആയിട്ട് പറയാം. മോസ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ അറ്റാക്കിൽ 133 ആൾക്കാർ കില്ല് ചെയ്യപ്പെട്ടു. പ്രസിഡന്റായിട്ട് വ്ളാഡിമിർ പുടിൻ റീഇലക്ട് ചെയ്യപ്പെട്ട ദിവസങ്ങൾക്കകമാണ്. പ്രസിഡന്റായിട്ട് വ്ളാഡിമിർ പുടിൻ റീഇലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച പോലും ആയില്ല. അപ്പൊ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് IS അവിടെ അറ്റാക്ക് നടത്തുകയും ഏതാണ്ട് 133 ആൾക്കാർ മരിക്കുകയും ചെയ്തു. യുക്രൈൻ ആണ് ഇതിന്റെ ബാക്കിൽ എന്നാണ് അവർ ആരോപിച്ചേക്കുന്നത്. ഓക്കെ. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ഈ പേജൊന്നും നമുക്ക് വേണ്ട, എല്ലാ പേജിലും പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ TM കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം കൊടുത്തത് വലിയ വിവാദമായിട്ട് തമിഴ്നാട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമല്ല, TM കൃഷ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സസെ അവാർഡ് വിന്നർ ആണെന്നൊക്കെ. മാക്സസെ അവാർഡ് ഏഷ്യൻ നോബൽ പ്രൈസ് ആണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യൻ നോബൽ പ്രൈസ് എന്നാണ് പറയുന്നത്. റമോൺ മാക്സസെ എന്ന് പറഞ്ഞ ഫിലിപ്പൈൻസിന്റെ പഴയ പ്രസിഡന്റിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അവാർഡാണ്. അദ്ദേഹം മരിച്ചുപോയി ക്രാഷിൽ, ഒരു പ്ലെയിൻ ക്രാഷിൽ. അപ്പോൾ ആ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് TM കൃഷ്ണ. പക്ഷെ TM കൃഷ്ണയ്ക്ക് ഈ അവാർഡ് കൊടുത്തതിൽ ഇത്രയും വിവാദം ഉണ്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല. TM കൃഷ്ണ ഈസ് എ അക്കംപ്ലിഷ്ഡ് മ്യൂസീഷ്യൻ, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് ആൻഡ് നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ദാറ്റ് ഓൾസോ. പക്ഷേ അതിലുള്ള ഒരു പ്രോബ്ലം, പുള്ളിയുടെ ചില നിലപാടുകൾ, അദ്ദേഹം MS സുബ്ബലക്ഷ്മി ഉൾപ്പെടെ ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ പെരിയാറിന്റെ വ്യൂസ് ഫോളോ ചെയ്തിരുന്ന ആളാണ്. ഈ ബ്രാഹ്മണിസം എല്ലാം വളരെ ഹേട്രഡ് പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത് അവർക്കെതിരെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്രയും ഡിവിസീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആളിനെ കൊടുക്കാൻ പാടില്ല. അതൊക്കെയാണ് പ്രശ്നം. എന്തായാലും അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനടുത്ത പേജിൽ പോകുമ്പോ ഈ പേജിലൊന്നും ഒരു കാര്യവും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. നേവി സ്റ്റെപ്സ് അപ്പ് വിജിൽ അമിഡ് പൈറസി ത്രെറ്റ് എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ 35 പൈറേറ്റ്സിന്, ഈ മാൽദീവ്സ് എന്ന് അവര് സൊമാലിക്കാരൻ കണ്ടാണ്, അവരെയൊക്കെ
നമ്മൾ ഇന്ത്യയിൽ തിരികെ കൊണ്ടുവന്നു. അത് ആണ് നീ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇന്ത്യൻ നേവി കഴിഞ്ഞ 100 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു മിഷൻ ഉണ്ട്. ആ മിഷന്റെ പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്. ഓപ്പറേഷൻ സങ്കൽപ്, അത് പഠിച്ചു വെച്ചോ. ഓപ്പറേഷൻ സങ്കൽപ് എന്നാണ് അതിന്റെ പേര്. ഓപ്പറേഷൻ സങ്കൽപ്. ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ഏതൻ മേഖലയിലെ പൈറേറ്റ്സിൽ നിന്നും അതുപോലെ ഹൂതി അറ്റാക്ക് ഉണ്ടല്ലോ, ഹൂതീസിന്റെ ഈ അറ്റാക്കിൽ നിന്നുമൊക്കെ നമ്മളുടെ ഷിപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യുക, പ്ലസ് നമ്മളെ ഫ്രണ്ട്ലി നേഷൻസിന്റെ ഷിപ്പുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്. അപ്പൊ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേവീസ് മാരിടൈം സെക്യൂരിറ്റി ഓപ്പറേഷൻസ് അണ്ടർ ദ ഏജീസ് ഓഫ് ഓപ്പറേഷൻ സങ്കൽപ് ഇൻ ദ ഗൾഫ് ഓഫ് ഏതൻ ഹാവ് കംപ്ലീറ്റഡ് 100 days എന്ന് പറഞ്ഞൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയൊക്കെയാണ് ഇപ്പൊ ഇന്ത്യ ഒരുപാട് ഷിപ്പുകൾ പൊക്കോണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദിസ് അറ്റാക്ക് ബൈ ഹൂതി റബൽസ് ആൻഡ് പൈറേറ്റ്സ്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ, ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ, ബട്ട് ദ attack by Houthis, that is the biggest issue. That's why ships are not going through the Suez Canal. അപ്പോൾ അവരൊരു ഡൈവേർഷൻ എടുക്കുന്നുണ്ട് ത്രൂ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ ആഫ്രിക്ക. അത് ഭയങ്കരമായിട്ട് ഫ്രൈറ്റ് കോസ്റ്റ് കൂട്ടുന്നതിനും ഈ ഫ്രൈറ്റ്സിന്റെ ഇൻഷുറൻസ് കോസ്റ്റ് കൂട്ടുന്നതിനും കാരണമാകും. അൾട്ടിമേറ്റ്ലി വി പീപ്പിൾ ഹാവ് ടു സഫർ എന്ന് വെച്ചാൽ അവര് ബെയർ ചെയ്യും ഇല്ലല്ലോ. അത് നമ്മളെ പോലെയുള്ള ആൾക്കാരിലേക്ക് അത് പാസ് ഓൺ ചെയ്യും, നമ്മളിലേക്ക് അത് എത്തുമ്പോൾ. അതാണ് സംഭവിക്കുന്നത്. അതെല്ലാം ഇത് പറയുന്നുണ്ട് ആർ ഹരികുമാർ, ഇന്ത്യയുടെ നേവൽ ചീഫ്. അപ്പൊ മെയിനായിട്ട് INS കൊൽക്കത്തയാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജില് ചൈനയും ഫിലിപ്പൈൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൈനയുടെ ഫോഴ്സസ് ഫിലിപ്പൈൻസിന്റെ ബോട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് വാട്ടർ കാനോൺസ്, ജലപീരങ്കികളൊക്കെ പ്രയോഗിച്ചെന്നാ പറയുന്നത്. അത് അവിടെ ഒരു തങ്ങളുള്ള പ്രോബ്ലംസിന് യാതൊരു അയവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചില ഷോൾസിന്റെ ഒക്കെ മുകളിലുള്ള ഡിസ്പ്യൂട്ടിന്റെ പേരിലാണ് ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. UN ചീഫ് കോൾസ് ഫോർ ഗാസ സീസ്ഫയർ വിസിറ്റ്സ് ബോർഡർ. UNന്റെ ചീഫ് ഗാസയിൽ സീസ്ഫയർ ഉണ്ടാക്കണമെന്ന് ഒക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട്, അതായത് ഗാസയിലെ പ്രോബ്ലംസ് നമുക്കറിയാം. അവിടെ സീസ്ഫയർ കൊണ്ടുവരണമെന്ന് കുറെ കാലം പറഞ്ഞിട്ട് നടക്കുന്നില്ല. സീസ്ഫയർ കൊണ്ടുവരണമെന്ന് പറഞ്ഞൊക്കെ UN ചീഫ് ആഹ്വാനം ചെയ്തു. UN ചീഫ് അവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. UNന്റെ ചീഫ് ആരാണ്? അന്റോണിയോ ഗുട്ടേഴ്സ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു ന്യൂസ് ഉണ്ട്. ഹോങ്കോങ്സ് ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ കംസ് ഇൻ ടു ഫോഴ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഹോങ്കോങ്സ് ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ കംസ് ഇൻ ടു ഫോഴ്സ്. ഹോങ്കോങ് എന്ന് പറയുന്ന ടെറിട്ടറി ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ഡെമോക്രസി ഫോളോ ചെയ്തിരുന്നൊരു ടെറിട്ടറി ആയിരുന്നു. അതിന് കാരണമുണ്ട്. ഹോങ്കോങ് വാസ് എ കോളനി ഓഫ് UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ. And up to 1996, I think it is up to 1996, it was under the rule of യുണൈറ്റഡ് കിങ്ഡം. 96ലോ 97ലോ ആണ് അത് ചൈനയ്ക്ക് തിരികെ കൊടുക്കുക. ചൈനയുടെ പാർട്ടായിരുന്നു. കൊളോണിയൽ പീരീഡിൽ ഹോങ്കോങ് UKയുടെ കയ്യിലായതാണ്. പക്ഷെ when they handed over Hong Kong to China, they put a condition that China should not implement their communist autocratic rule in Hong Kong. They should follow the democracy. So a separate system should be followed in Hong Kong. That was the condition set by UK, England, when they handed over this Hong Kong to China. China അത് അംഗീകരിച്ചു. ചൈന അംഗീകരിച്ചത് മാത്രമല്ല, കുറെ കാലം അത് ഫോളോ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഹോങ്കോങ് വാസ് എ ഹെവൻ ഒരുപാട് കാലം. മെയിൻലാൻഡ് ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റൂളുകളൊന്നും ഹോങ്കോങ്ങിൽ ഇംപ്ലിമെന്റ് ആവത്തില്ലായിരുന്നു. ഹോങ്കോങ്കാർ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ ഹോങ്കോങ്ങിൽ തന്നെയായിരുന്നു അത് ഡെമോക്രാറ്റിക് ആയിട്ട് കുറ്റവിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുന്നതല്ല. പക്ഷേ കാര്യങ്ങൾ പതുക്കെ മാറി മറിഞ്ഞു. ചൈന പതുക്കെ ഹോങ്കോങ്ങിന്റെ മുകളിൽ പിടിമുറുക്കുകയും ഹോങ്കോങ്ങിലെ ഓരോരോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അവരുടെ റൈറ്റ്സും അവർ കവർന്നെടുക്കുകയും ചെയ്തു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയ അജിറ്റേഷൻസ് ഈ കോവിഡിന്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഹോങ്കോങ്ങിലെ തെരുവുകളിൽ അരങ്ങേറി. അവസാനം അതെല്ലാം അവർ അടിച്ചമർത്തി. എന്നിട്ട് ഇപ്പോ ഒരു ഒപ്പോസിഷൻ പോലും ഇല്ലാത്ത ഒരു
പുതിയ പാർലമെന്റ് അവരവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടി ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നു. അന്നത്തെ റൈറ്റ് ആക്ടിവിസ്റ്റുകളെയൊക്കെ അവർ അകത്താക്കി. ഇപ്പം എന്തെങ്കിലും രീതിയിൽ അവിടെ ഒരു ഡിസെന്റിന് പോലും അവസരമില്ലാത്ത രീതിയിൽ വീണ്ടും ഹോങ്കോങ്ങിൽ ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അവര് കൊടുത്ത വാഗ്ദാനങ്ങൾ, അവർ കൊടുത്ത പ്രോമിസസ് ടു UK അതെല്ലാം അവർ വയലേറ്റ് ചെയ്തു. ഇപ്പൊ UK യും US ഒക്കെ ഇതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ബട്ട് നോ യൂസ്, അങ്ങനെ അവർ ക്രിറ്റിസിസം കൊണ്ടൊരു കാര്യമില്ല. ദിസ് ഈസ് ദ റീസൺ വൈ തൈവാൻ ഈസ് ഓൾസോ നോട്ട് റെഡി ടു ജോയിൻ വിത്ത് ചൈന. തൈവാൻ ചൈനയുടെ ഭാഗമാണെന്നുള്ള കാര്യം അംഗീകരിച്ചാൽ പോലും തൈവാൻ ഈസ് നോട്ട് റെഡി ടു ജോയിൻ വിത്ത് ചൈന. അതിന്റെ കാരണം എന്താണ്? തൈവാൻ ഈസ് എ ഡെമോക്രസി, ചൈന ഈസ് ആൻ ഓട്ടോക്രസി. അപ്പൊ ആ ഡെമോക്രസിയുടെ ആ ഒരു സുഖം അനുഭവിച്ച തൈവാൻ ഒരിക്കലും ചൈനയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഹോങ്കോങ്ങിനും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ന്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാനടുത്ത പേജ് സയൻസ് പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് FAQ പേജ്. FAQ പേജ് ഇതൊക്കെ സൺഡേയിൽ വരുന്നതാണ്. FAQ പേജിലൊന്നും പറയാം DGCയെ കുറിച്ചൊക്കെ ഇതൊക്കെ ഉണ്ടാകും, നമുക്ക് വേണ്ട. പിന്നെ പ്രൊഫൈൽസ് പേജിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ RN രവി തിരിച്ചെടുക്കാൻ വിസമ്മതിച്ചിട്ട് അവസാനം സുപ്രീം കോടതി ഇടപെട്ട് തിരിച്ചെടുത്ത K പൊന്മുടിയെ കുറിച്ച്, മൈക്രോസോഫ്റ്റിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെഡായ മുസ്തഫ സുലൈമാനെ കുറിച്ച് ഒക്കെയാണ്. അത് വേണമെന്നുള്ളത് വായിച്ചു നോക്കുക. അതിന്റെ അടുത്ത പേജിൽ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് പേജിൽ ഒരു കാര്യം പറയാനുണ്ട്. ഗവൺമെന്റ് ലെറ്റ്സ് അഡ്നോക് എക്സ്പോർട്ട് ഓയിൽ ഫ്രം ഇന്ത്യൻ സ്ട്രാറ്റജിക് സ്റ്റോറേജ്. India has some strategic oil storages in different parts of the country. മംഗളൂരുവിലുണ്ട്, എനിക്ക് തോന്നുന്നു പിന്നീട് വിശാഖപട്ടണത്തുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് ഭയങ്കര വലിയ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ട്. ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് പലതും ഓയിൽ അവിടെ ഫില്ല് ചെയ്യുന്നത് UAE എന്നുള്ള കമ്പനികളൊക്കെയാണ്, അഡ്നോക്ക് ഒക്കെയാണ്. അപ്പൊ ഈ സ്ട്രാറ്റജിക് സ്റ്റോറേജിൽ നിന്ന് അഡ്നോക്കിന് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പം the government has allowed Abu Dhabi, ADNOC in expansion Abu Dhabi National Oil Company എന്നാണ്. ഗവൺമെന്റ് Abu Dhabi National Oil Company എന്നുള്ള ഷോർട്ട് ഫോം ആണ് ADNOC. To export crude oil, it has stored in underground strategic storage at Mangaluru. മംഗളൂരിൽ അവര് സ്റ്റോർ ചെയ്തേക്കുന്ന, അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഓയിൽ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് അഡിനോക്കിന് സമ്മതിച്ചു. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിദേശ കമ്പനി ഇന്ത്യയിലുള്ള സ്ട്രാറ്റജിക് ഓയിൽ സ്റ്റോറേജിൽ നിന്ന് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നത്. അവരുടെ തന്നെ ശേഖരമാണത്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ഷോർട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് എന്റെ നിയമം. ഇപ്പൊ ഇന്ത്യയിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചാണ്. പിന്നെ ഇത് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ബീമാ സുഗം മാർക്കറ്റ് among 8 regulations approved by IRDA. IRDA എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ഹൈദരാബാദ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ, ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. അവർ ബീമാ സുഗം എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിനെ അപ്രൂവ് ചെയ്തു. ബീമാ സുഗം ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ്. അതൊരു ഇൻഷുറൻസിന്റെ മാർക്കറ്റ് പ്ലേസ് ആണ്. നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാർക്കറ്റ് പ്ലേസ്, ഇൻഷുറൻസ് കമ്പനികളുടെ. അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ ഇൻഷുറൻസ് വാങ്ങാം, ഇൻഷുറൻസ് പുതുക്കാം, ഇൻഷുറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറ്റാം. എവറിത്തിങ് ക്യാൻ ബി ഡൺ അറ്റ് എ സിംഗിൾ പ്ലേസ്. ആ ഒരു പ്ലേസിനെയാണ് ബീമാ സുഗം എന്നറിയപ്പെടാൻ പോണത്. വളരെ നല്ല ഒരു ആശയമാണ്. നടപ്പായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സ്പോർട്സ് പേജ് അഗെയിൻ IPL. അതിനടുത്ത പേജിലും IPL, ഒന്നുമില്ല വേറെ ഒന്നും. അപ്പം ഇത്രയാണ് നമ്മളുടെ 2 ദിവസത്തെ പത്രം എന്ന് പറയുന്നത്. ഇനി വേറൊരു ദിവസത്തെ പത്രം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അതും കൂടെ നമുക്ക് നോക്കാം. Arvind Kejriwal sent to ED custody till March 28. ഒന്നും പറയാനില്ല. TN ഗവർണർ രവി റീഇൻഡെക്സ് പൊന്മുടി, അതും ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇന്ത്യ ടു ഡബിൾ അസിസ്റ്റൻസ് ടു ഭൂട്ടാൻ ടു 10,000 crore. അത് ഒരു വർഷം കൊണ്ടല്ല, അടുത്ത
5 വർഷത്തേക്ക് 2024 തൊട്ട് 2029 വരെയുള്ള നെക്സ്റ്റ് 5 ഇയർ പീരീഡിൽ ഇന്ത്യ ഭൂട്ടാന് കൊടുക്കാൻ പോകുന്ന അസിസ്റ്റൻസ് 10,000 ക്രോർ ആണ്. അത് ഡബിൾ ചെയ്തു. മുമ്പ് 5,000 ക്രോർ ആയിരുന്നു. അതുപോലെ ഞാൻ നിങ്ങളെ പറഞ്ഞു മോഡിക്ക് കിട്ടിയ അവിടുത്തെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ, അത് ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ റൂളറിന് അവർ കൊടുക്കുന്നത്. അതിന്റെ പേര് എഴുതി വെച്ചോ, ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാലപ്പോ. അവിടുത്തെ രാജാവ് കൊടുക്കുന്നതാണ്. ഓർഡർ ഓഫ് ദ ഡ്രഗ്, DRUK ആണ്, ഡ്രഗ് ഗ്യാലപ്പോ. ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന്, ഗ്യാൽപ്പോ എന്നാണ്, ഗ്യാൽപ്പോ. Order of the Drug Gyalpo, which was announced in 2021 to acknowledge India's role in ensuring Bhutan's success in managing the COVID-19 pandemic എന്നാണ് പറയുന്നത്. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് തോബ്ഗെ, ഭൂട്ടാന്റെ കിങ് എല്ലാവരും ഉണ്ടായിരുന്നു. ഭൂട്ടാന്റെ കിങ് ആണ് ജിഗ്മി ഖേസർ വാങ്ചുക്. ജിഗ്മി ഖേസർ വാങ്ചുക്, ഭൂട്ടാന്റെ കിങ്. നെക്സ്റ്റ് പേജ് പോകുമ്പോ നെക്സ്റ്റ് പേജില് പൊളിറ്റിക്കൽ പേജ് ആണൊന്നും പറയാനൊന്നുമില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ അവിടെയും വേറൊന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജ് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ആണ്. മസ്റ്റായിട്ട് എല്ലാവരും ആ എഡിറ്റോറിയൽസ് വായിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എഡിറ്റോറിയൽസ് വിടാതെ വായിക്കുക. അതാണ് ഇപ്പൊ പത്രം വായിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വായിക്കേണ്ടത്. ഒന്നാമത് AAP ട്രാപ്പ്. AAP ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചായിരിക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. അതൊരു പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലെ പെട്ടെന്ന് വളർന്നു വന്നൊരു പാർട്ടിയാണ്. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ. അദ്ദേഹത്തിന്റെ ഷാഡോയിൽ നിന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. പെട്ടെന്ന് ബാക്കി എല്ലാവരും ഈ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷന്റെ ആവശ്യം ലോക്പാൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ലോക്പാൽ ഉണ്ടായി. ഖാൻവിൽക്കർ എന്ന് പറഞ്ഞ ആളാണ് പുതിയ ലോക്പാൽ. ഞാൻ ഈ ഇടയ്ക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ലോക്പാൽ ഉണ്ടായപ്പോൾ അവരതെല്ലാം വിട്ടുപോയി, ഹസാരയൊക്കെ. എന്നാൽ കേജ്രിവാൾ മാത്രം ഈ ഒരു മൂവ്മെന്റിൽ നിന്ന് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ തീരുമാനിക്കുകയും ആ ഒരു ഫീലിംഗ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് കറപ്ഷൻ അഗേൻസ്റ്റ് ആയിട്ടൊക്കെ വലിയ സ്റ്റാൻഡൊക്കെ എടുത്തെങ്കിലും അദ്ദേഹം കറപ്ഷൻ, അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, അവരുടെ കറപ്ഷൻ അഗേൻസ്റ്റ് ആയിട്ട് എല്ലാ റിലവേഷൻസ് ഒക്കെ നടത്തി വന്നത്. പക്ഷേ അവസാനം അവരുമായിട്ട് തന്നെ കൈകോർത്താണ് ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കാൻ പോണത്. അത് തന്നെ പുള്ളി അത്ര എന്താ പറയുന്ന പ്യുവർ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ നമ്മളുടെ പത്രങ്ങളിലേക്ക് ഒരു നറേറ്റീവ് ഇലക്ഷന് മുമ്പായിട്ട് അറസ്റ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും ഒപ്പോസിഷന് തളർത്താൻ തന്നെയായിരിക്കും. പക്ഷേ പുള്ളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം ഏതാണ്ട് 1.5 വർഷമായിട്ട് പുള്ളിയുടെ ഡെപ്യൂട്ടിയായ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുകയാണ്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം പലതവണ ശ്രമിച്ചിട്ട് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അതുപോലെ വേറൊരു മിനിസ്റ്റർ, അവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ എക്സൈസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ചുമ്മാതെ അങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ല. പിന്നെ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ചീഫ് മിനിസ്റ്ററാണ് അരവിന്ദ് കെജ്രിവാൾ. എന്തായാലും അവരുടെ ഒരു ഇതിൽ പൊളിറ്റിക്കൽ ബന്ധമായിട്ടൊക്കെ ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കേജ്രിവാൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഡൽഹിയിൽ മാത്രമായിരിക്കും അവർക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. അതിനപ്പുറം ഒരു വലിയ വെല്ലുവിളിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഇവരങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാൾ ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാര്യം ആന്റി കറപ്ഷൻ പ്ലാറ്റ്ഫോമിൽ വന്നൊരു പാർട്ടി, അതിന്റെ ലീഡറും ഒക്കെ കറപ്ഷൻ കേസിൽ ജയിലിൽ പോവുക, അവര് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ അവര് ഊരി വരും എന്നൊക്കെ ഉള്ളത്, അതിനെ കുറിച്ചൊക്കെയാണ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ബ്ലോ ബാക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണിയെ കുറിച്ചാണ്. അത് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ ദിവസത്തെ പത്രം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വന്നത്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട്. എന്താ കാര്യം? പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പക്ഷെ താലിബാനും പാകിസ്ഥാനും തമ്മിൽ പെട്ടെന്ന് തന്നെ പ്രശ്നത്തിലായ കാര്യം, പാകിസ്ഥാന്റെ അകത്തൊരു താലിബാൻ വളർന്നു വരുന്നുണ്ട്. തെഹരീക്ക് പാകിസ്ഥാൻ, അങ്ങനെ എന്തോ, തെഹരീക്ക് പാകിസ്ഥാൻ എന്നല്ല, അത് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പേരാണ്. എന്തോ ഒരു താലിബാന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അത് പാകിസ്ഥാൻ വെർഷൻ ഓഫ് താലിബാനാണ്. അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം മറ്റൊരാണ് കൊടുക്കുന്നുള്ള പേരിലാണ് ഇവർ തങ്ങളുടെ പ്രശ്നമാവുകയും ഇപ്പോൾ ഇവർ തങ്ങളിൽ ശക്തമായ അടിയാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തിയിൽ അടിയാവുകയും ചെയ്തു. അപ്പോൾ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവൻ ഒരിക്കലും അതുകൊണ്ട് നന്നാവില്ല എന്നുള്ളൊരു ഉദാഹരണമാണ്. അപ്പൊ ഈ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ് പറയുന്നത്.
പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഡ്രീം ചേസേഴ്സ് ഒന്നും വേണ്ട. ഒരു സെക്കൻഡ്. അപ്പോൾ റോളർ കോസ്റ്റർ റൈഡ് ഓഫ് ദ കേജ്രിവാൾ കേസ് ഇൻ സുപ്രീം കോർട്ട്, അത് അല്ല, ഈ പേജിലൊക്കെ ഇനിയുള്ള ന്യൂസുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഒന്നും പറയാനില്ല നമുക്ക്. ശനിയാഴ്ചത്തെ ന്യൂസ് പേപ്പർ പൊതുവെ ഫുൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ച് സുപ്രീം കോർട്ട് മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ കുറെ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോർട്ട് മോണിറ്റേർഡ് ആയിട്ടെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി, സിറ്റിംഗ് ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ഒക്കെ വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അത് ഓപ്പോസിഷൻ ആവശ്യപ്പെട്ടേക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇതൊരു ശ്രദ്ധിക്കേണ്ട ന്യൂസാണ്. ഡൽഹി ഹൈക്കോർട്ട് അഡ്മിറ്റ് CBI അപ്പീൽ ചലഞ്ചിങ് അക്വിറ്റൽ ഇൻ 2G കേസ്. ഇന്ത്യയുടെ ചരിത്രത്തില് ഏറ്റവും വലിയ ഒരു കേസായിരുന്നു 2G അഴിമതി എന്ന് പറയുന്ന 2G സ്പെക്ട്രം അഴിമതി. ഇതായിരുന്നു മൻമോഹൻ സിംഗ് ഗവൺമെന്റ് താഴെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, ഇന്ന് നമ്മൾ 5G ആണ് ഉപയോഗിക്കുന്നത്, ഇനിയിപ്പോ 6G വരാൻ പോയാണ്. പക്ഷെ 2Gയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ 2Gയുടെ സമയത്ത് 2Gയുടെ സ്പെക്ട്രം ലേലം ചെയ്താണ് കൊടുക്കേണ്ടത്. പക്ഷെ ലേലം ചെയ്ത് കൊടുക്കാതെ ഇഷ്ടമുള്ളവർ കൊടുത്തു, അതായിരുന്നു. അപ്പൊ എന്തായാലും ഭയങ്കര അഴിമതി നടത്തില്ല. ലേലം ചെയ്യുമ്പോഴേ പൈസ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കുറ്റക്കാരൻ ഇയാളായിരുന്നു, A. രാജ. DMK കാരനാണ്. ഇതിന്റെ കുറ്റം ചെയ്യുന്നത് DMK ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് കോൺഗ്രസിന് അതിന്റെ പഴി കിട്ടിയത്. ഇപ്പൊ എന്തായാലും എന്തൊക്കെയോ തെളിവൊക്കെ തേച്ച് മാച്ച് കളഞ്ഞ ഇയാളെ അന്ന് കുറ്റവിമുക്തനാക്കിയായിരുന്നു കോടതി. പക്ഷെ അതിനെ വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ CBI അപ്പീൽ ഡൽഹി ഹൈക്കോർട്ട് സമ്മതിച്ചു. അപ്പൊ വീണ്ടും 2G സ്പെക്ട്രം അഴിമതി അന്വേഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. എൻ്റെ അടുത്ത പേജിൽ പോകുമ്പോ റിയൽ GDP ഗ്രോത്ത് മേ ഹിറ്റ് 8% ദിസ് ഫിസ്ക്കൽ സിഗ്നൽസ് ഫിൻമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം 8% ക്രോസ് ചെയ്യും എന്നാണ്, അല്ലെങ്കിൽ 8% ടച്ച് ചെയ്യും എന്നാണ്. അത് ഏതാണ്ട് ഉറപ്പാണ്. കാര്യം കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലും Q1ലും Q2ലും Q3ലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് വാസ് മോർ ദാൻ 8% ആൻഡ് ഓൺലി 1 ക്വാർട്ടർ ഈസ് റിമൈനിങ്, ദാറ്റ് ഈസ് Q4. അത് 8-ന് അടുത്തുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തിയാൽ തന്നെ നമ്മളുടെ GDP ഗ്രോത്ത് റേറ്റ് 8% ടോട്ടലി വരും. IMFന്റെ ഒക്കെ ഒരു ഇതെന്ന് പറയുന്നത്, അവരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഒക്കെ പറയുന്നത് 8% ഗ്രോത്ത് ഇന്ത്യ സസ്റ്റൈൻഡ് ആയിട്ട് നിലനിർത്തിയാൽ മാത്രമേ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇല്ലാതാക്കി ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. NSO ആണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇപ്പൊ ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ തീരാൻ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. ഒരാഴ്ച ഇല്ല, ഇന്നിപ്പോ 25 ഇന്നിക്വാലിറ്റി ഡിപ്ഡ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇന്നിക്വാലിറ്റി കുറഞ്ഞെന്നും പറയുന്നുണ്ട്, ചിലരൊക്കെ പറയുന്നത് കൂടിയെന്നാണ്. DGCA കുറിച്ചൊരു ന്യൂസ് കാണാം. DGCA സ്ലാബ്സ് 80 lakh ഫൈൻ ഓൺ എയർ ഇന്ത്യ ഫോർ ഓവർ വർക്കിംഗ് പൈലറ്റ്സിനെ കൂടുതലായിട്ട് ജോലി ഏൽപ്പിച്ചതിന് DGCA എയർ ഇന്ത്യക്ക് 80 ലക്ഷം രൂപ ഫൈൻ കൊടുത്തതാണ്. DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് DRL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. ഒന്നാമത്തത് സൺ ഫാർമയാണ്. പിന്നെ ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ കാണാം, യോവേരി മുസവേനിയാണ്. യോവേരി മുസവേനി ഇതാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ്. ഉഗാണ്ടയുടെ ക്യാപിറ്റൽ കമ്പാലയാണ്. കമ്പാല. മാൽദീവ്സ് ഇത്രയൊക്കെ കാണിച്ചിട്ട് മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇന്ത്യയോട് ഇപ്പൊ ഡെറ്റ് റിലീഫ് ചോദിച്ചേക്കാണ്, കടാശ്വാസം. പിന്നെ സൈമൺ ഹാരിസ് അയർലൻഡിന്റെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞാണ്.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പത്രവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഉള്ള ന്യൂസുകൾ നന്നായിട്ട് വായിക്കുക, എഡിറ്റോറിയൽസ് എന്തായാലും മസ്റ്റായിട്ട് വായിക്കുക. താങ്ക് യു.